ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്നല്ലേ, എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു എൻഗേജ്മെൻ്റാണ്. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് കേട്ടോ പോകുന്നത്. കാരണം ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തലേ ദിവസമാണ് പോകാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ട്രിവാൻഡ്രം ടു എറണാകുളം ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾ ബോറടി മാറ്റാനായിട്ട് കുറച്ച് പഴയകാല ഗെയിംസൊക്കെ ഇരുന്ന് കളിച്ചു. ബിങ്കോ, അതുപോലെ തന്നെ നെയിം ആൻഡ് പ്ലേസ് തിങ്സ്, അങ്ങനത്തെ കുറേ കളികളൊക്കെ ഇരുന്ന് കളിച്ചു. കാരണം നമ്മൾ 5 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോണൊക്കെ കുറച്ച് യൂസ് കുറച്ചിട്ട് ഇതുപോലത്തെ ഗെയിംസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രകൾ എപ്പോഴും മനോഹരമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ ഉള്ളപ്പോഴല്ലേ. അപ്പം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ തലേ ദിവസം പോകുന്നതിൻ്റെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ 3 പേരും അതുപോലെ ഭയങ്കര കൂട്ടായിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ അനിയൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റ് തലേ ദിവസം ചെല്ലുന്നതിൻ്റെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആ പെൺകുട്ടിയുടെ വീട്ടിലായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കാര്യമായിട്ടുള്ള ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തലേ ദിവസം ചെന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷെ കല്യാണം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും നേരത്തെ തന്നെ എത്തും. കാരണം നമ്മൾ ആ ഒരു ഡേ ഭയങ്കരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ് ആ ഒരു കല്യാണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ലാസ്റ്റ് നമ്മൾ തൃപ്പൂണിത്തുറയാണ് ഇറങ്ങിയത്. അപ്പോൾ തൃപ്പൂണിത്തുറ നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ കയറിയപ്പോഴാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കേരളത്തിൻ്റെ എല്ലാ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ എന്താ പറയുക, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഇതാണ് നമ്മുടെ ചെക്കന് മേക്കപ്പ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പ്രജിതയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രജിതയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ആൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ കല്യാണ ചെക്കൻ്റെ മാത്രമല്ല എൻ്റെയും മേക്കപ്പ് ചെയ്ത് തരുന്നത് പ്രജിതയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ നേരെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആതിര എന്നാണ് നെയിം. അപ്പോൾ ആതിരയുടെ വീട്ടിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ പിറവത്താണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവലുണ്ട്. അങ്ങനെ മേക്കപ്പൊക്കെ സെറ്റാക്കി നമ്മളെല്ലാവരും റെഡിയായിട്ട് നേരെ ആതിരയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അനിയനെ ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു സന്തോഷവും എന്താ പറയുക, അവൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസമായതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സന്തോഷവും കൊണ്ട് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിറവത്തെത്തി എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹോളിലെത്തി. അപ്പോൾ അവിടെ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കിയതിന് ശേഷം നേരെ റിംഗ് എക്സ്ചേഞ്ച് സെറിമണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് മാത്രമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആയിരുന്നു. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊക്കെ കൂടിയിട്ട് നമ്മുടെ റിംഗ് എക്സ്ചേഞ്ച് സെറിമണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് വിളിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ട് പരസ്പരം റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ശേഷമാണ് മുഹൂർത്തം കൈമാറുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് ഡേ വളരെ ഹാപ്പി ആയിട്ട് നടന്നു. ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. വളരെ ഹാപ്പിനെസ് നൽകിയൊരു ഡേ ആണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.